ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് തക്കാളി വെച്ചിട്ട് കിടിലൻ ഹൽവ കേട്ടോ. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതിപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് നല്ല ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ ഹൽവ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അത് നമ്മളെ വീട്ടിലെപ്പോഴുള്ള ഒരു തക്കാളി വെച്ചിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 7 തക്കാളിയാണ് കേട്ടോ. 7 തക്കാളി ഫ്രഷായ തക്കാളിനെ എടുക്കാൻ നോക്കുക. കഴുകി ക്ലീനാക്കി വെച്ചതാണ് കേട്ടോ. കേടുവരാനായതോ അതുപോലെ ചീഞ്ഞതോ ആയിട്ടുള്ളത് എടുക്കരുത്, ഫ്രഷിന് എടുക്കുക. അത് ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുത്ത് വെച്ചതാണ് കേട്ടോ. ആ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ജാറിൽ കൊള്ളില്ലെങ്കിൽ കുറേശ്ശെ അടിച്ചെടുത്താലും മതി. ഞാനിതിപ്പോൾ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2 ട്രിപ്പായിട്ടാണ് അടിച്ചെടുക്കേണ്ടത്. അപ്പം ആദ്യത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളം ഒന്നും ആഡ് ചെയ്യാതെ നല്ല തരിയില്ലാതെ ഫൈനായിട്ട് അടിച്ചു കൊണ്ടുവരണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം. അപ്പം ഞാൻ 2 ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് രണ്ടാമത്തെ ഞാൻ കാണിച്ചിട്ടില്ലെന്ന് മാത്രം. നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ജ്യൂസൊക്കെ നമ്മൾ അരിച്ചെടുക്കില്ല അതേപോലെ അരിച്ചെടുക്കണം കേട്ടോ. അത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇളക്കി കൊടുത്താൽ തന്നെ നമുക്ക് അതിൻ്റെ ആ നീര് മാത്രം കിട്ടും. അപ്പോൾ ബാക്കി വേസ്റ്റ് നമുക്കത് കളയാം. അപ്പോൾ ഞാൻ അരിച്ചെടുക്കേണ്ടത് ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണിക്കുന്നില്ല. ഞാൻ അരിച്ച് ലാസ്റ്റുള്ളത് മാത്രം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത്രയും നേരം നിങ്ങൾക്കത് കാണുമ്പോൾ അത് ബോറടിക്കുക, എല്ലാവർക്കും അത് അരിച്ചെടുക്കാൻ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങളത് സ്കിപ്പ് ചെയ്ത് വിടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ ഫുള്ള് തക്കാളി അടിച്ചെടുത്തത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് മാക്സിമം ഇതിൽ നിന്ന് അങ്ങനെ പ്രസ് ചെയ്ത് കിട്ടാവുന്ന അത്രയും എടുക്കുക. അതിന് ബാക്കി അതിൻ്റെ വേസ്റ്റ് നമുക്കത് കളയാം കേട്ടോ. ഇപ്പോൾ നമ്മളത് അരിച്ചെടുത്ത തക്കാളിയുടെ നീരാണത്. ഇത് നമുക്ക് ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്താണ്. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, കട്ട കുത്തരുതെന്ന് മാത്രം. ഇനിയിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അറിയാത്തവരാണെങ്കിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലും ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറാണ് ഞാൻ മിക്സ് ചെയ്തത്. ഞാൻ മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്ത് അതവിടെ മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി നമുക്കിവിടെ ഒരു പാൻ വെച്ചിട്ട് ഈ പാനിലേക്ക് നമ്മൾ മിക്സ് ചെയ്തത് ഇതിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി. ഞാൻ അപ്പോൾ ഇതിലേക്ക് എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതൊന്ന് ഇളം ചൂടാകുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് എത്ര മധുരം ഹൽവ ഇല്ല, കുറച്ച് മധുരം വേണ്ട. അപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഷുഗറിൻ്റെ പകരം നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. ശർക്കര എടുക്കുമ്പോൾ വെള്ള കളർ ശർക്കര എടുക്കുക. കറുത്ത ശർക്കര എടുത്താൽ നമ്മുടെ ഹൽവയുടെ കളറൊക്കെ ആകെ മാറും കേട്ടോ. അപ്പോൾ വെള്ള ശർക്കര എടുക്കുക. അത് ഉരുക്കി പാനിയാക്കിയിട്ട് ശർക്കര പാനിയാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കട പൊടിയാണ് ഇട്ട് കൊടുത്തത്. അതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാൻ. കൈ എടുത്ത് അത് കട്ട കുത്തുള്ളൂ. അപ്പോൾ കൈ എടുക്കാതെ തന്നെ ഇളക്കുക. അതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് അങ്ങനെ സ്ട്രെയിറ്റ് ഇട്ട് കൊടുത്താണ്. അതിട്ടതിന് ശേഷം നമ്മൾ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഉള്ളിൽ വെള്ള എള്ളാണ് ഞാൻ ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുത്താണ്. ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. വീട്ടിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് അങ്ങനെ കുറുകി വരുന്തോറും നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തത്. ഇത് 3ാമത്തെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ഒന്നുകൂടി കുറുകി, അപ്പോൾ 3ാമത്തെ ടേബിൾ സ്പൂണും നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കുറുകി വരുന്നതോറും ഇതിൻ്റെ കളർ ഇങ്ങനെ നല്ല ഡാർക്ക് കളറായിട്ട് ഇങ്ങനെ വരും കേട്ടോ. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇളക്കിയിട്ട് ഇതാ കുറുകി വരുന്നുണ്ട്. നമ്മളെ പാനിൽ നിന്ന് ഇതാ ഈ വിട്ട് കിട്ടുന്നതേപോലെ ഇളക്കുമ്പോൾ നമുക്കിങ്ങനെ വിട്ട് കിട്ടുന്ന രീതിയിൽ വേണം ആവാൻ. അതാണ് അതിൻ്റെ സ്റ്റേജ്. അതുവരെ ആകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളത് തന്നെ കണ്ടിരിക്കുന്നത് സ്കിപ്പ് ചെയ്ത് വിടും. അപ്പോൾ ആ കുറുക്കുന്ന പാനിൽ വിട്ട് പോകുന്ന രീതി വരെ നമുക്ക് അത് ഇളക്കി കൊടുത്തിട്ട് നിൽക്കാം. എന്നിട്ട് ഓഫ് ചെയ്തിടുക. എന്നിട്ട് അതിന് ശേഷം ഇതേപോലെ ഒരു ഗ്ലാസ് ബൗളോ ഒരു പാത്രം കൊടുക്കുക. നമുക്ക് എന്താ കയ്യിൽ അവൈലബിൾ വെച്ചാൽ എടുക്കുക. അതിന് ശേഷം ഒരു നെയ്യ് വരട്ടി കൊടുത്തതിന് ശേഷം ചുറ്റാ പാത്രത്തിൽ ഫുൾ നെയ്യ് വരട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മൾ സെറ്റാക്കി വെച്ചിരുന്ന ഹൽവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ച് ഇതുപോലെ സെറ്റാക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണമെന്ന് വെച്ചാൽ കുറച്ച് അണ്ടിപ്പരിപ്പ് അത് ഇതിലേക്ക് അത് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു നിർബന്ധവുമില്ല. ഞാൻ അതുള്ളത് കൊണ്ട് അതും കുറച്ച് മുന്തിരിയും ഒരു വെള്ള എള്ളും ഇതേപോലെ വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് 1 മണിക്കൂർ 1.5 മണിക്കൂർ അതൊന്ന് സെറ്റാവാൻ വേണ്ടി പുറത്ത് തന്നെ വയ്ക്കാം. അപ്പോൾ അത് ഞാൻ ഒരു 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നേരെ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഹൽവ കട്ട് ചെയ്യുന്ന പോലെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ടും
കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.